ഹലോ കൂട്ടുകാരെ, സുഖാണോ? അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. വരും. ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒന്ന് ചൂടായി വന്നതിന് ശേഷം 5-6 വറ്റൽമുളക് അതിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കിട്ടിയിട്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ആ വറ്റൽമുളക് അതിൽ ഇടുക. അതിലിട്ടതിന് ശേഷം 5-6 വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി അതിലേക്കാണ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ് അത്ര എടുക്കണ്ട കേട്ടോ. 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം അത് നമുക്കൊന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഒരു 5 ഉള്ളിയാണ്, വലിയ ഉള്ളിയാണ്, സവാള എന്നാണ് ചില സ്ഥലത്തൊക്കെ പറയുക കേട്ടോ. അത് നന്നായിട്ട് നൈസായി കട്ട് ചെയ്തത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, നമ്മൾ ബാക്കി വന്ന വെള്ളമുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയ വെള്ളമാണ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കഴുകുക. ആ വെള്ളം അതിലേക്ക് ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് 2-3 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കതങ്ങ് വേവിച്ചെടുക്കുക. അടച്ച് വയ്ക്കുക, വേവിച്ചെടുക്കുക. അതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളമെല്ലാം വറ്റി സെപ്പറേറ്റായിട്ട് ഓയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ഉള്ളിത്തീയൽ റെഡിയാണ്. ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് നല്ലൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു പിഞ്ചിട്ടാൽ മതി. കൂടുതൽ ഉലുവാപ്പൊടി ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, കയ്പ്പ് വരും. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. നല്ലതാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ